Everyone in the Facebook family, ഹെവൻലി ഫീസ്റ്റിലെ എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഡേ ബൈ ഡേ ഐ എം ഹിയറിങ് സോ മെനി ടെസ്റ്റിമണീസ്. എത്ര സാക്ഷ്യങ്ങളാണ് കേൾക്കുന്നത്. ഇറ്റ് ഈസ് എക്സൈറ്റിംഗ് ദാറ്റ് എവറി ഡേ വി ആർ ഇൻക്രീസിങ്. നിങ്ങളെല്ലാവരും പലർക്കും ഇത് ഷെയർ ചെയ്തു. ആ ഷെയർ ചെയ്യുന്നവർക്ക് അത് അനുഗ്രഹമായെന്ന് ഒത്തിരി സാക്ഷ്യം എന്ന് പറയുന്നത് പീപ്പിൾ ആർ റെസ്പോണ്ടിങ് ബാക്ക്. ആൻഡ് ഇന്നലെ ഞാൻ അങ്ങനെ ആക്ച്വലി മിനിഞ്ഞാന്ന് ഹിന്ദി ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഐ വാസ് സ്ട്രഗ്ലിംഗ് വിത്ത് ദ ലാംഗ്വേജ്. കാര്യം ഇറ്റ്സ് നോട്ട് യൂഷ്വൽ. പ്ലസ് എൻ്റെ കയ്യിൽ ഹിന്ദി ബൈബിൾ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഇൻട്രാക്ഷൻസ് വാസ് വെരി ഡിഫിക്കൽട്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്താണ് ഐ വാസ് തിങ്കിങ് വൈ ഡോണ്ട് വി ഡു ഇംഗ്ലീഷ്. കാര്യം ഞാൻ പല സ്ഥലത്തും ശുശ്രൂഷിക്കാൻ പോകുന്നതും ആൻഡ് ഈ എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മലയാളം അത്ര വലിയ പിടിയില്ല. So it should be in a way that everyone should have the gospel, especially ഈ ദിവസങ്ങളിൽ എല്ലായിടത്തുനിന്നും കിട്ടുന്ന കോമൺ റിപ്പോർട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ചുറ്റും ഭയം, ഭീതി, ആശങ്ക ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനമാണ് ഞങ്ങളെ നിലനിർത്തുന്നത്. രാവിലത്തെയും വൈകുന്നേരത്തെയും വചനം ഞങ്ങളെ നിലനിർത്തുന്നു. ഞങ്ങളെ അത് ഒരു വലിയ സാക്ഷ്യമാണ്. സോ ഞങ്ങളെങ്ങനെ വൈ ഡോണ്ട് വി ഡു ഇംഗ്ലീഷ് ഓൾസോ? കുറച്ച് സ്ട്രെയിനാണ്. കാര്യം എന്ന് വെച്ചാൽ വി ഹാവ് ടു രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും വെൻ ദ സെഷൻ കംസ് ടൈമിങ് ഏതായിരിക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇറ്റലിയിൽ നിന്ന് പാസ്റ്റർ ലോറൻസ്, ഞാൻ അവിടെ ശുശ്രൂഷിക്കാൻ പോയിട്ടുണ്ട്. സോ പാസ്റ്റർ ലോറൻസ് വിളിച്ചു പറഞ്ഞു, നമ്മൾ മലയാളം കാണുമ്പോൾ തന്നെ ദ പ്രസൻസ് ഇസ് സോ തിക്ക് ആൻഡ് ബട്ട് വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ബട്ട് സംതിങ് ഈസ് ഹാപ്പനിങ്. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ ഓർത്തു വെരി ഗുഡ്. സോ അതിൻ്റെ കൂടെ ഹി സെഡ്, ക്യാൻ യു ഡു ഞങ്ങൾക്ക് വേണ്ടി ഒരു ലൈവ് ഫോർ മൺഡേ 4 മണിക്ക്? കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബിനോയ് ബ്രദർ US നിന്ന്, ന്യൂയോർക്കിൽ നിന്ന് എന്നോട് ഇങ്ങനെ ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരുന്നു, ഇവിടുത്തെ ആൾക്കാരൊക്കെ വളരെ ഭീതിയിലാണ് എന്ന് പറഞ്ഞു. സോ ഇറ്റ് വാസ് അറ്റസ്റ്റിംഗ് സംതിങ്. ആൻഡ് ഇന്തോനേഷ്യയിൽ നിന്ന് ഞാൻ പോയ സ്ഥലത്ത് നിന്ന് അവിടുന്ന് സം പാസ്റ്റേഴ്സ് ജസ്റ്റ് റാൻഡം മെസ്സേജ് അവിടുത്തെ ഭയപ്പെടുന്ന കാര്യങ്ങളും ഒക്കെ പറയാൻ പറഞ്ഞു. സോ ഇന്ന് മുതൽ ഇന്ത്യൻ സമയം 10:30 മുതൽ 11:30 വരെ ഇംഗ്ലീഷ് സെഷൻ ആരംഭിക്കുകയാണ്. സോ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്കറിയാവുന്ന എല്ലായിടത്തും, എസ്പെഷ്യലി US, യൂറോപ്പ് ടൈമിംഗ് ഫേസ്ബുക്കിലുണ്ട്. സോ യു ക്യാൻ ടേക്ക് ദ ടൈമിംഗ്. മിഡിൽ ഈസ്റ്റിൻ്റെ ടൈമിംഗ് എന്താണോ നവീൻ മറന്നുപോയി. ഇറ്റ് ഈസ് നൈറ്റ് 9 o'clock. സൗദിയിൽ രാത്രി 8 മണി. So send it across to everyone whom you know, because ഇവിടെ എല്ലാം ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം. And also to all your friends everywhere. So from today with the മലയാളത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് കൂടെ കാണും. So send out to all your friends, all those who need life inside of them. കർത്താവ് എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ചെയ്യുന്നു. ഇറ്റ് ഈസ് ആൻഡ് ഇന്ന് നമ്മുടെ ഈ 40 ദിവസ ഉപവാസത്തിൻ്റെ ലൈവ് ഇനി മുതൽ ഏഷ്യാനെറ്റ് ഉത്സവ് ചാനൽ കേരളത്തിൽ കാണും. സോ അതിൻ്റെ ഒരു എവിടെയൊക്കെ അവൈലബിൾ ആണെന്നുള്ളത് അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് വന്നപ്പം ഐ വാസ് അമേസ്ഡ്. ഡെയിലി വി ആർ യൂസിങ് സോ മെനി channels, so many medium to reach homes.
ആൻഡ് പ്രാർത്ഥിക്കണം നിങ്ങൾ ഈ ദിവസങ്ങളിൽ. കാര്യം ഇതൊരു വലിയ ചലഞ്ച് കൂടെയാണ്. ഒരു ദിവസം വി ഹാവ് ടു ഈ എസ്പെഷ്യലി സെക്യുലർ നെറ്റ്വർക്കിലൊക്കെ സെക്യുലർ നെറ്റ്വർക്ക്, ഹാർവെസ്റ്റ്, so all those platforms have to be paid for, and so പ്രാർത്ഥിക്കണം that God will provide, God has provided. And thank you all. രഞ്ജു ബ്രദർ നമ്മുടെ ഇംഗ്ലീഷ് ഞാൻ ചെയ്യുമ്പം 1965 MK ഒന്ന് പോസ്റ്റ് ചെയ്യണേ, സോ ദാറ്റ് ഓൾസോ നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്സ് അത് രണ്ടും അത് അവിടെ എങ്ങനെയാണ് പിൻ ചെയ്ത് അവിടെ വെക്കുന്നത് അത് നോക്കണം. നമ്മുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സും വേണം, താഴെ എൻ്റെ ഇമെയിൽ ID കൂടെ വേണം. സോ ഗ്ലോറിയസ് റെഡി, പ്രാർത്ഥിക്കാം. ഐ റിസീവ് സോ മെനി പ്രെയർ റിക്വസ്റ്റ്. ഞാൻ ഇപ്പം എൻ്റെ ഇമെയിൽ എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ എങ്ങാനും മൊബൈൽ മാറ്റി വെച്ചാൽ ഐ വിൽ ബി ഡിലേഡ്. സോ ഇറ്റ്സ് വിത്ത് മീ. ആൻഡ് ഈ പ്രോഗ്രാം കഴിയുമ്പം തന്നെ ഐ എം ഫ്ലഡഡ് വിത്ത് പ്രെയർ റിക്വസ്റ്റ്, ഫ്ലഡഡ് വിത്ത് നിറയുക എന്ന് പറയത്തില്ലേ. ആൻഡ് ഐ എം സോ ഹാപ്പി ഐ ക്യാൻ എനിക്ക് നിങ്ങൾ അറിയാവുന്ന നിലയിൽ സംശയങ്ങൾ ദൂരീകരിക്കാൻ പറ്റും എന്നെക്കുറിച്ചും. കാര്യം എന്നെക്കുറിച്ച് എന്തൊക്കെയോ നിങ്ങൾ മീഡിയയിൽ കാണുന്നുണ്ട്. ഇത് ശരിയാണോ ചോദിക്കാനുള്ള പരിപൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ആൻഡ് ഐ ഗ്യാരൻറ്റി യു ദാറ്റ് ഐ വോണ്ട് ഗെറ്റ് ഹേർട്ട്. എനിക്ക് വിഷമം ഉണ്ടാകത്തില്ല നിങ്ങളങ്ങനെ ചോദിക്കുന്നതിൽ. സോ ചോദിക്കാം, എന്ത് വേണമെങ്കിലും ചോദിക്കാം. കഴിഞ്ഞ ദിവസം ചോദിച്ചതുപോലെ പത്തനാപുരത്ത് 1200 കോടി രൂപ മുടക്കി. പത്തനാപുരം സഭയെന്ന് പറഞ്ഞാൽ വന്നത് അവിടെ നിന്ന് കോടികൾ. ഞാൻ അയച്ച മോളോട് പറഞ്ഞു, പറഞ്ഞ ആളിനോട് 1200 കോടിക്ക് എത്ര പൂജ്യം ഉണ്ടെന്നും കൂടെ ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. സോ ഇങ്ങനത്തെ ചുമ്മാ നുണകൾ, വ്യാജ വർത്തമാനങ്ങൾ ഒക്കെ വരുമ്പം നിങ്ങളുടെ മനസ്സിനകത്ത് ഇത് കിടക്കരുത്. മാത്രമല്ല, ഇത് കാരണം ഒരാൾ ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിന് പോകുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കുന്നത്, ഞാൻ പറയാം, സൂക്ഷിക്കുന്നത് പരിശുദ്ധാത്മാവ് സൂക്ഷിച്ചതാണ് ഇന്ന് വരെ. സൂക്ഷിക്കാനുള്ള കാരണം എന്നെ ഞാൻ ശുശ്രൂഷിച്ച് യേശുവിനെ കണ്ടവരാണ് സ്വർഗീയ വരുന്ന സഭയിലെ ലക്ഷക്കണക്കിന് ആൾക്കാർ. അവർ എന്നിലാണ് വിശ്വസിച്ച്. അതുകൊണ്ടാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പം അവിടെ അവർ ഫിലിപ്പിനെ വിശ്വസിച്ചു എന്നായിരിക്കും. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 8ാമത്തെ അധ്യായത്തിൽ മനോഹരമായൊരു വാക്കത്. അവർ ഫിലിപ്പിനെ അവിശ്വസിച്ച ആദ്യമേ, പിന്നെയാണ് ഫിലിപ്പ് പറഞ്ഞ യേശുവിൽ അവർ വിശ്വസിച്ച്. സോ ആ വചനം ഇഫ് എനിവൺ ഗെറ്റ്സ് ഇറ്റ് പുട്ട് ഇറ്റ് ഔട്ട്, അതിനുവേണ്ടി ഞാൻ സമയം കളയുന്നില്ല. നോ, ഫിലിപ്പോസിനെ വിശ്വസിച്ചു. അപ്പം ചിലർ പറയും ഞങ്ങൾ ഈ കാണുന്ന അവരെ ഒന്നും ദേവദാസന്മാരെയല്ല വിശ്വസിച്ച്, യേശുവിനെ വിശ്വസിച്ചില്ല. നിങ്ങൾ ആദ്യമേ നിങ്ങളെ വിശ്വാസത്തിൽ നടത്തിയ വ്യക്തിയായി വിശ്വസിച്ചു. സോ എന്നിലൊരു വിശ്വാസം ഹെവൻലി ഫീസ്റ്റിലെ അകത്തുള്ളവർക്കും എന്നെ അറിയാവുന്ന എല്ലാവർക്കും എന്നിലൊരു വിശ്വാസം. ആ വിശ്വാസം ഞാൻ ഒരിക്കലും കളയത്തില്ല. എത്രയാ? 8:12. ബട്ട് വെൻ ദേ ബിലീവ്ഡ് ദേ വർ ബാപ്റ്റൈസ്ഡ്, അതല്ല, ആണോ? വെൻ ദേ ബിലീവ്ഡ് ഫിലിപ്പ്, ഫിലിപ്പ് ശമര ദേശത്ത് പോയപ്പോൾ അവർ ഫിലിപ്പോസിനെ വിശ്വസിച്ചു. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ടാണ് എനിക്ക് സുവിശേഷം പറയാനുള്ള ധൈര്യം ഇതുവരെ കളഞ്ഞിട്ടില്ല. ഇതുവരെ പല ആൾക്കാർ പല അക്യൂസേഷൻ പറയും, പല കാര്യങ്ങളൊക്കെ പറയും. എനിക്ക് എന്ന് പറയുന്നത് ഐ എം ഓൾസോ ഹ്യൂമൻ ബീങ്. എനിക്കും അത് കാണുമ്പോൾ ഒരു മനപ്രയാസവും വേദനയുണ്ട്. പക്ഷേ എനിക്ക് ധൈര്യമായി പറയാം നോ വൺ ക്യാൻ കം ഇൻ ഫ്രണ്ട് ഓഫ് മീ ആൻഡ് കൺഫ്രണ്ട്. കാര്യം അതിനുള്ള ദൈവകൃപ കേട്ടോ. ഇതിനകത്ത് ഞാൻ എൻ്റെ മിടുക്കല്ല, കർത്താവ് എന്നെ സൂക്ഷിച്ചത്, കർത്താവ് എന്നെ പ്രിസർവ് ചെയ്തത്, അതേ എനിക്ക് പറയാനുള്ളൂ. സോ സംശയം, 1-2 സംശയങ്ങൾ പറയാം. അപ്പോസ്തല പ്രവൃത്തിയിൽ 18-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ഒരു സംശയമാണ്. 8:6
ഫിലിപ്പോസ് ചെയ്തത് കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് അല്ല, നമ്മളിപ്പം പറഞ്ഞല്ലോ, ഇറ്റ്സ് ഓക്കെ. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. സോ ഫിലിപ്പ്, അത് പറയുന്ന മുമ്പേ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് മറന്നുപോയി. ഈ ഞാൻ പറഞ്ഞല്ലോ, പ്രയർ റിക്വസ്റ്റ് ഒത്തിരി വരുന്നുണ്ട്, രോഗികൾ സൗഖ്യത്തിന് വേണ്ടിയുള്ളത് വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ എല്ലാ മേഖല ആൾക്കാർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഒന്ന് ചോദിക്കട്ടെ. നമ്മൾ കുടുംബാംഗങ്ങളാണല്ലോ ഫേസ്ബുക്കിൽ. ഈ പോർട്രേറ്റ് മോഡാണോ നല്ലത്, അതോ തിരിച്ച് ഇന്നലെ ചെയ്തതുപോലെ ചെയ്യുന്നതാണോ നല്ലത്, ഇതാണോ നല്ലതെന്നൊന്ന് പറയണം. ബിനോയ് ബ്രദർ പിന്നെ അമേരിക്കയിൽ നിന്നുള്ള അവർ മുഴുവനൊന്ന് കൊടുക്കണം. അതുപോലെ തന്നെ അമേരിക്കയിൽ നമ്മുടെ ഫ്ലവേഴ്സ് TV-യിൽ നമ്മുടെ പ്രോഗ്രാം വരുന്നുണ്ടല്ലോ, ഒരു വർഷത്തേക്ക് നമ്മൾ അവിടെ എടുത്ത് അവരോടും കൂടെ ഇതൊന്ന് ഫോർവേഡ് ചെയ്തിട്ട് ബിജുവിനോട് പറയണം. സോ ഇത് ഏതാ നല്ലതെന്ന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ മതി. പിന്നെ എനിഹൗ നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ഇന്ന് എനിക്കൊരു റിക്വസ്റ്റ് വന്നു, ട്രെയിൻ ജീവനക്കാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചില്ല. കാര്യം അവരാണ് ഇന്ന് ഗുഡ്സ് മുഴുവൻ ഇവിടുന്ന് അവിടുന്ന് അരി സാധനങ്ങൾ, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർഷകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മൾ ഇന്നലെ പാലിൻ്റെ കാര്യം പറഞ്ഞു. നമ്മുടെ DP സജി ബ്രദർ അവരെ കോൺടാക്ട് ചെയ്തു. ഒരു ചലഞ്ചുണ്ട്. നമ്മുടെ അവിടുത്തെ താമരശ്ശേരി എന്ന് കുറച്ചുകൂടി മുമ്പോട്ട് പോകേണ്ട ഒരു സ്ഥലമാണിത്. ഇറ്റ്സ് എ ബിഗ് ഫാം. സോ നമ്മുടെ അവിടുത്തെ ആൾക്കാർ മുഴുവൻ അവിടെ നിന്ന് തന്നെ പാൽ വാങ്ങിക്കാൻ തീരുമാനിച്ചു. കൂടാതെ അവിടുത്തെ പനീർ എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്നും കൂടെ നോക്കുക. സോ ഇറ്റ്സ് ഗുഡ്, ഇസൻറ്റ് ഇറ്റ്? വി ആർ ടുഗദർ ആസ് എ ടീം ആർ വർക്കിംഗ്. Okay, yesterday is better, then I can cast the video. Okay, so tomorrow, ഇതിൻ്റെ ഇടയ്ക്ക് tomorrow അല്ല, ഇംഗ്ലീഷ് മുതൽ നെക്സ്റ്റ് സെഷൻ ശ്രീജിത്ത്, നെക്സ്റ്റ് is in English, so you can send it to all your contacts that it is in English, Srijit, and next session I will do it so you can post it also. ഇതിനകത്ത് എനിക്കൊരു ഗുണം, I feel a better interaction. അതാ, മറ്റേതൊരു സ്റ്റുഡിയോയിലിരുന്ന് ചെയ്യുന്ന പോലെയാണ്. സോ ദിസ് ഇസ് മോർ പോർട്രേറ്റ് എന്ന് പറയുന്നത്. ഇതല്ലേ പോർട്രേറ്റ്? ഓക്കെ. സോ ലെറ്റ് us pray for all those who are in family and മറ്റേതിൻ്റെ ലാൻഡ്സ്കേപ്പ് മോഡൽ എന്നാണ് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. ലാൻഡ്സ്കേപ്പ്. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം കൂടെ. മിനിയാന്ന് അമേരിക്കയിൽ പ്രസിഡന്റ് ട്രംപ് അനൗൺസ് ചെയ്തു ഏകദേശം 2 ലക്ഷം പേര് മരിക്കും. നൗ 2 ലക്ഷത്തി സംതിങ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളൂ. അദ്ദേഹം അധികാരത്തിൽ നിന്നുകൊണ്ട് അത് അവരുടെ ഫിയർ ആയിരിക്കാം, ഐ ഡോണ്ട് നോ. അദ്ദേഹം അധികാരിയാണ്. എന്നാൽ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കും 2 ലക്ഷം പേര് അവിടെ മരിക്കത്തില്ല. We are not praying against authority, please. പക്ഷേ we are going to pray that lives will be saved in America. Also Italy. So നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ലോകമെമ്പാടുമുള്ള 10,000 ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ഡോക്ടേഴ്സ്, നേഴ്സസ്, ഹെൽത്ത് സെക്ടറിലുള്ള എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അങ്ങയുടെ രക്തം അവർക്ക് കാവലായിരിക്കണം. അപ്പോൾ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഓൾ ദോസ് ഹു ആർ ഇൻ ദ ഫ്രണ്ട്, കർത്താവെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഞങ്ങളുടെ റെയിൽവേ സ്റ്റാഫിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവരാണല്ലോ ഗുഡ്സ് ഇങ്ങോട്ടും അങ്ങോട്ടും കൊണ്ടുപോയി ഓൾ ഓവർ ഇന്ത്യ ദേ ആർ ഗോയിങ് വിത്ത് ദ ഗ്രെയിൻസ്, ഫുഡ് ഗ്രെയിൻസുമായിട്ട്, പ്രൊവിഷൻസായിട്ട്. ലോറി ഡ്രൈവേഴ്സ്, ദോസ് ഹു ആർ ടേക്കിംഗ്, കഴിഞ്ഞ ദിവസവും കർത്താവെ ഞങ്ങൾക്ക് പഞ്ചസാര കൊണ്ടുവരാനായിട്ടുള്ള ലോഡുകൾ ഡ്രൈവ് ചെയ്തവർ, അവരൊക്കെ അവരവരുടെ ഒരു ദിസ് ഇസ് നോട്ട് എ നോർമൽ ടൈം. വഴിക്ക് അവർക്ക് കുടിക്കാൻ വെള്ളം കിട്ടത്തില്ല, അവർക്ക് പ്രൊവിഷൻസ്, അവർക്ക് വേണ്ടി ഭക്ഷണം കിട്ടത്തില്ല. എന്നാൽ അവരെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ അരിയും സാധനങ്ങളൊക്കെ ഇൻ്റർസ്റ്റേറ്റുമായി വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വാഹനങ്ങളെല്ലാം അങ്ങ് ഓടിക്കുന്നവരെയും അവരുടെ കുടുംബങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് യേശു മുഖാന്തരമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ, ഇറ്റലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യു ക്യാൻ സേവ് ദെം ഓ ലോർഡ്. ഞങ്ങൾ ഇന്ന് അങ്ങയുടെ മുമ്പിൽ ഒരു ഇൻ്റർസെസറായി, ഒരു ഇടയ്ക്ക് നിൽക്കുന്നവരായി ഞങ്ങൾ വരികയാണ്.
അമേരിക്കയിൽ കർത്താവെ 2 ലക്ഷം പേര് മരിക്കുമെന്ന് പറയുമ്പോൾ യു ക്യാൻ ചേഞ്ച് ഇറ്റ് ലോർഡ്, യു ക്യാൻ ചേഞ്ച് ഇറ്റ്. അത് റിയാലിറ്റി ആയിരിക്കാം, അവർ കാണുന്ന വസ്തുത കാരണമായിരിക്കാം ഇത് പറയുന്നത്. പക്ഷെ അത് സംഭവിക്കരുത്. ആ മരിക്കുന്നവർ ആരുടെയൊക്കെയോ അപ്പന്മാരാണ്, അമ്മമാരാണ്, ഭാര്യമാരാണ്, മക്കളാണ്. കർത്താവെ അത് സംഭവിക്കരുത് എന്ന് യേശു മുഖാന്തരമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിലെ ഞങ്ങളുടെ അപ്പൻ കേൾക്കുന്നു എന്ന് ഞങ്ങൾക്ക് പരിപൂർണമായ ഉറപ്പുണ്ട്. സേവ് ദം ഓ ലോർഡ്, സേവ് ഇറ്റലി, സേവ് ഫ്രാൻസ്. ഇനി ഒരു മരണം കർത്താവെ, ദേ ആർ ഡൈയിങ്. സേവ് ദം ഓ ലോർഡ്. ഇന്ത്യയെ കർത്താവ് ഇതുവരെയും പരിപാലിച്ചു, തുടർന്നും പരിപാലിക്കണം അപ്പ. യു ക്യാൻ ഹീൽ ദ സിക്ക്, യു ക്യാൻ ഡു എനിത്തിങ് മൈ ലോർഡ്. ആൻഡ് ദിസ് ഇസ് ദ ടൈം. ഇതിൻ്റെ പിന്നിലത്തെ റീസണോ കാരണമോ പോസ്റ്റ്മോർട്ടം ഒന്നുമല്ല. ഞങ്ങൾ പിതാവിൻ്റെ മുമ്പിൽ ഒരു റിക്വസ്റ്റായിട്ടാണ് വരുന്നത്. അങ്ങയുടെ വാക്കാണല്ലോ, ഞങ്ങൾ ഏത് ആവശ്യവും അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് അത് ചെയ്തു തരും. ഞങ്ങൾ ഒരു മനസ്സോടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഞങ്ങൾ ഒരു മനസ്സോടെ ഒരു കുടുംബമായി പ്രാർത്ഥിക്കുന്നു. ലെറ്റ് ദ വേൾഡ് ബി സേവ്ഡ്. ഇനഫ് ഓ ലോർഡ്, ഇനഫ് ഓ മാസ്റ്റർ, ഇനഫ് ഓ ലോർഡ്, ഇനഫ് മിസറീസ്, ഇനഫ് കൺഫ്യൂഷൻ, ഇനഫ് ഫിയർ. ഇന്ന് രാത്രി ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ഭയങ്ങൾ മാറട്ടെ. അക്കാരണമായി എല്ലാം മാറി കർത്താവെ ഒരു 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 സൂര്യൻ ഉദിക്കുന്നത് പോലെ നീതി സൂര്യനായ ക്രിസ്തുവിൻ്റെ മുഖത്തെ പ്രകാശം എല്ലായിടത്തും അടിക്കട്ടെ. ഇന്ന് ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരും കാണാനിരിക്കുന്നവരും ഓൺ ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഭവനങ്ങളിൽ ഈ ദിവ്യശക്തി ഇറങ്ങട്ടെ. എല്ലാം ഭയം മാറട്ടെ. കർത്താവെ അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം. കർഷകർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. തുടർന്നും അവരുടെ ഉൽപ്പന്നങ്ങൾ, ഫ്രൂട്ട്സൊക്കെ കർത്താവെ അത് എല്ലാവരും അത് വാങ്ങാൻ അത് ഇറങ്ങിച്ചെന്ന് ദിസ് ഈസ് ദ ടൈം ഞങ്ങളും വാങ്ങിക്കാമെന്ന് പറയുവാനായിട്ട് റീച്ച് എക്സ്പ്രസ്സിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. റീച്ച് വേൾഡ് വൈഡിൽ പ്രവർത്തിക്കുന്ന എല്ലാം വോളണ്ടിയേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവരെ വെള്ളം കൊടുക്കുന്നു, ഭവനങ്ങളിൽ സാധനങ്ങൾ എത്തിക്കുന്നു, ഒന്നുമില്ലാത്തവരുടെ ഭവനങ്ങളിൽ പ്രൊവിഷൻസ് എത്തിക്കുന്നു. കർത്താവെ അതിനുവേണ്ടി കർത്താവ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അനുഗ്രഹിക്കണം. കേരള സർക്കാരിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ ബാക്കിൽ ഇരുന്നുകൊണ്ട് ആ വോർ റൂമിലിരുന്ന് കർത്താവെ പ്ലാൻ ചെയ്യുന്നവർ, അവർക്ക് അങ്ങയുടെ പരിജ്ഞാനം ചെയ്യണം. ഇന്ന് റേഷൻ കട വഴി എല്ലാ സാധനങ്ങൾ കൊടുക്കാൻ തുടങ്ങി. നന്ദി കർത്താവെ. അതിനകത്തൊന്നും സ്റ്റോപ്പ് വരാതെ എല്ലാം ബെസ്റ്റായിട്ട് നടക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഐ ഫീൽ റിയലി സാഡ്. അത് കേട്ടപ്പോൾ എനിക്ക് വലിയൊരു സങ്കടമുണ്ടായി. സോ ഐ തോട്ട് വി വിൽ പ്രേ ഫോർ അമേരിക്ക. ആൻഡ് ഐ നോ, thank God that Jesus will save America and the people. 2 ലക്ഷം പേര് മരിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല, മരിക്കത്തില്ല. We cancel it in Jesus' name. Amen. So it is ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം 18-ാമത്തെ വാക്യം. And so Paul still remained a good while, and he took leave from the brethren, sailed to Syria. Priscilla, Aquila were with him, Priscilla and Aquila, and he had his hair cut off, for he had taken a vow. He had taken a vow. Hallelujah. ചോദ്യം ഇതായിരുന്നു, അവിടെ പൗലോസ് നേർച്ച ചെയ്തില്ലേ? പുതിയ നിയമ വിശ്വാസിക്ക് നേർച്ചയുണ്ടോ? പൗലോസ് അത് ചെയ്തല്ലോ. നോ, ഒരു ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുന്നതിനകത്ത് നമുക്ക് ഡോക്ട്രിൻസ് ഇല്ല. നമുക്കറിയാം, ഈ പൗലോസിനോട് പത്രോസ് പറഞ്ഞിട്ടാണ് ഇത് ചെയ്യിപ്പിച്ചു. പത്രോസ് പൗലോസിനോട് പറഞ്ഞു, പരീശന്മാർക്ക് നീ ഭയങ്കര ആൻറ്റി പോവുക എന്നുള്ളതാണ്, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? അവരെ ബോധിപ്പിക്കാനായിട്ട് നിങ്ങളിങ്ങനെ ചെയ്യണം. ഒരു വൗ ഉണ്ട്, അത് ചെയ്യണം. സോ ഈ ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസിനകത്ത് നമുക്ക് അനുകരിക്കാവുന്ന ഡോക്ട്രിൻസ് ഒന്നുമില്ല. ഒന്നുകൂടെ പറയാം, നമ്മളുടെ ജീവിതത്തിൽ ദൈവവചനപ്രകാരം ജീവിക്കാനുള്ള തത്വങ്ങൾ ഇവിടെയില്ല. ഇതിനകത്ത് നിന്ന് അനുകരിക്കാവുന്നത് ഇറ്റ്സ് എ ഹിസ്റ്ററി. പരിശുദ്ധാത്മാവ് വന്നേ ഉള്ളൂ. അതിൻ്റെ കാരണം ഞാൻ പറയാം. ഇതേ അപ്പോസ്തല പ്രവൃത്തിയിൽ ഇതിൻ്റെ 15-ാമത്തെ അധ്യായമാണല്ലോ ആദ്യത്തെ സഭാ കൗൺസിൽ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ആദ്യത്തെ സഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് യാക്കോബ, പത്രോസ് അല്ല. അവിടെ ഒരു വലിയ ചർച്ച നടന്നത് പരിച്ഛേദന ചെയ്യണോ വേണ്ടയോ. നിങ്ങൾ 1-2 വാക്യം വായിക്കാം. ആദ്യത്തെ വചനം 15-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം.
ഇതിനെക്കുറിച്ച് തോമസ് കുട്ടി ബ്രദർ ഗലാത്യ ലേഖനം പഠിപ്പിക്കുമ്പം ഇതിനകത്ത് വരും. certain man came from, അപ്പം അവർ പറയുന്നത് അവിടെ ഒരു വാദവും തർക്കം ഒരു വിഷയമുണ്ട്. പൗലോസ് പരിച്ഛേദന വിശ്വാസം ആണ് നീതീകരണം എന്ന് പറയുമ്പോൾ അവർ പറയാണ് വായിച്ച് 15:1 യഹൂദയിൽ നിന്ന് ചിലർ വന്ന് നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിക്കാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. അപ്പം അവർ പറയാണ് ഈ രക്ഷ പ്രാപിക്കണമെങ്കിൽ എന്തുകൂടെ ചെയ്യണം? മോശയുടെ കൽപ്പനയും കൂടെ അനുസരിക്കണം, പരിച്ഛേദനയും കൂടെ ചെയ്യണം. ചിലർ ഈ ആഭരണം ഊരണം ദൈവത്തിൻ്റെ കൽപ്പനയാണെന്ന് പറയുന്നവരോട് ഞാൻ പറയും, അങ്ങനെയാണ് പരിച്ഛേദനയും കൂടെ ചെയ്യണം, മുഴുവൻ അനുസരിക്കണം. അത് മാത്രമല്ല, പഴയ നിയമത്തിൽ പരിച്ഛേദന ചെയ്യാഞ്ഞതിന് കൊല്ലാൻ വരെ ഭാവിച്ച ദൈവം. കാരണം പഴയ നിയമത്തിലെ രക്തോടമ്പടിയുടെ ഭാഗമായി പരിച്ഛേദന. സോ ഈ പരിച്ഛേദനയും കൂടെ ചെയ്യണമെന്ന് ഈ പരീക്ഷപക്ഷം ഭയങ്കര വാദവും തർക്കവും ഉണ്ടായി. ഈ 15-ാം അധ്യായത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ. ഒന്ന്, അപ്പോസ്തലന്മാർ തമ്മിൽ ഉപദേശത്തിന് ഒരു ഒരു എന്നാ പറയുന്നത് ആർഗ്യുമെന്റ് വന്നിരിക്കുക, ഒരു വാദം വന്നിരിക്കുക. ഉടനെ അവർ പോകുന്ന സ്ഥലങ്ങളിൽ കണ്ടില്ലേ, അവർക്ക് വിവരമില്ല എന്നല്ല പറഞ്ഞത്, അവരെല്ലാവരോടും ഒന്ന് വന്ന് കൂടി. ഞാൻ ഇത് തോമസ് കുട്ടി ബ്രദറും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാനും പറയാം. ഞങ്ങൾ പറയുന്നത് തെറ്റാണെങ്കിൽ ഇവിടെയും അവിടെയല്ല പറയേണ്ടത്, ഞങ്ങളെ വിളിച്ചു വരുത്തണം, എന്നിട്ട് ഞങ്ങളുടെ കൂടെ ഇരിക്കണം, എന്നിട്ട് പറയണം നിങ്ങൾ പറയുന്നത് ഇത് തെറ്റാണ്, ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. തെറ്റാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാൻ പരിപൂർണ്ണ തയ്യാറാണ്. അതിന് സമ്മതത്തോടെയാണ് ഞങ്ങൾ നടക്കുന്നത്. പക്ഷേ അത് ദൈവവചനത്തിൽ പുതിയ നിയമ അല്ലെങ്കിൽ പുനരുദ്ധാനം ചെയ്ത ശേഷമുള്ള ഒരു ലേഖനങ്ങളിൽ നിന്നായിരിക്കണം പറയുന്നത്. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഈ എഫീഷ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ ഒരു വളരെ ഈ മുഴുവൻ സുവിശേഷവും എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം മുതൽ 20-ാം വാക്യം വരെയാണ് മുഴുവൻ സുവിശേഷവും. ദ ഹോൾ ഗോസ്പിളിൻ്റെ കൺസൈസ് ഫോം എന്ന് പറയുന്നത് എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 20 വരെ ഫുൾ ഗോസ്പിളാന്ന് പറയാം. അവിടെ എഴുതിയിരിക്കുക നമ്മൾ അന്യരും പരദേശികളുമായി. നമ്മൾ യഹൂദന്മാരല്ല, നമ്മൾ ജാതികളാണ്. അമേരിക്കക്കാർ ജാതിയ, ചൈനക്കാർ ജാതിയ, യഹൂദനല്ലാത്ത എല്ലാവരും ജാതിയാണ്. സോ അവരോട് ദൈവം ഇടപെട്ട പല കാര്യങ്ങളുമാണ് പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത്. അതിനകത്തോട്ട് നമ്മൾ ഗ്രാഫ്റ്റഡ് വാഗ്ദത്തങ്ങൾ മുഴുവൻ നമുക്കറിയാം. ദൈവം എങ്ങനെയാണ് ഇടപെട്ടതെന്ന് നമുക്കറിയാം. പഴയ നിയമം വായിക്കരുതെന്നല്ല, വായിക്കണം. ക്രിസ്തുവിൽ നമ്മൾ ആരാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വായിച്ചാൽ ബെസ്റ്റായിരിക്കും. സോ യു വോണ്ട് കൺഫ്യൂസ് യുവർ സെൽഫ്. ചിലർ ഇങ്ങനെ പറയാറുണ്ട് ബൈബിളിലെല്ലാം ഇങ്ങോട്ടും കൺഫ്യൂഷനാണ്. സോ ഞാൻ പറഞ്ഞു വന്നത് ടു ദ പോയിന്റ്, ഞാൻ തിരിച്ചു വരിക. അപ്പോസ്തല പ്രവൃത്തിയിൽ ഇവർക്ക് വാക്കവും തർക്കവും ഉണ്ടായി. 1-2 കാര്യം അവർ ഒന്നിച്ച് ചർച്ച ചെയ്തു. പൗലോസ് തൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു, പത്രോസ് എഴുന്നേറ്റ് പറഞ്ഞു, ഇതൊക്കെ കൊർന്നേലിയസിൻ്റെ ഭവനത്തിൽ, അത് ജാതിയ, അവിടെ ഞാൻ പോയി, അവിടെയും നമ്മളെപ്പോലെ തന്നെ അവർക്കും പരിശുദ്ധാത്മാവ് കിട്ടി. അപ്പം നമുക്ക് താങ്ങാൻ പറ്റാത്ത ന്യായപ്രമാണം വളരെ അസാധ്യമായി അത് ജാതികളുടെ മേൽ ചുമത്തരുത് എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അതിനകത്ത് അവർ കത്ത് കൊടുത്തു വിട്ട് കഴിഞ്ഞിട്ട് അവർ 29-ാമത്തെ വാക്യത്തിൽ പറയാണ്, 28, For it seemed good to the Holy Spirit and to us to lay upon you no greater burden than the necessary things, that you abstain from things offered to idol. അപ്പം അവിടെ വിഗ്രഹാർപ്പിതം, രക്തം, പരസംഗം എന്നിവ വർജിക്കുന്നതല്ലാതെ അധികമായ ഭാരമൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുത് എന്ന് ആർക്ക് തോന്നി? പരിശുദ്ധാത്മാവിന് തോന്നി എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നു, അല്ലേ? ഇതേ വാക്ക് അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 1 കൊരിന്ത്യർ 8 എന്ന് വായിച്ചേ. 8-ന്റെ 1
ഞാൻ പറഞ്ഞു വന്ന അപ്പോസ്തല പ്രവൃത്തിയിൽ അവരൊന്നിച്ചു കൂടിച്ച് തീരുമാനമെടുത്തു. പക്ഷേ ക്രിസ്തുവിൻ്റെ വെളിപ്പാട് ലഭിച്ച പൗലോസ് താൻ എന്നാ പറയുന്നത്, ക്രിസ്തുവിൻ്റെ വെളിപ്പാട് ലഭിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എഴുതിയതാണ് ലേഖനങ്ങൾ. ആ ലേഖനങ്ങളിൽ ഒന്ന് വായിച്ചേ. വിഗ്രഹാർപ്പിതത്തിന്റെ കാര്യം പറഞ്ഞാലോ, നമുക്ക് എല്ലാവർക്കും അറിവുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ താൻ പറഞ്ഞു വന്നിട്ട് പറയാണ് ഇതൊന്നുമല്ല, എല്ലാം ദൈവം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ സങ്കുചിതമായ മതത്തിൻ്റെ വേഷത്തിൽ നമ്മളെല്ലാം വായിക്കുമ്പോൾ പിന്നീട് പറയുന്നുണ്ട് ഒന്നുമല്ല. താൻ തന്നെ ക്ഷേത്രത്തിൽ പോയി ശേഷം അവിടുത്തെ വിഗ്രഹങ്ങളെ കണ്ടിട്ട് പറയാണ് നിങ്ങളുടെ വിശ്വാസം എന്ത് വലുതാണ്. ഓരോ ദിവസവും പ്രോഗ്രസീവായിട്ടുള്ള റെവലേഷൻ പൗലോസിന് കിട്ടും തോറും താൻ ഈ ആചാരങ്ങൾ, നേർച്ചകൾ ഇതെല്ലാം അങ്ങ് മുഴുവൻ മാറുക. സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. അങ്ങനെ ഒരു അതായത് കർത്താവെ ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറയുന്ന പരിപാടി ഇല്ല. കാര്യം എന്താ, ചെയ്യാനുള്ളത് മുഴുവൻ കർത്താവ് ചെയ്തു. ചിലരല്ല ഒത്തിരി പേരെന്നോട് പറയുന്നത് സൗഖ്യമാകുവാണെങ്കിൽ ഈ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം. ദൈവം അത്ര ചീപ്പല്ല. കർത്താവ് സൗഖ്യമാക്കുന്നത് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് കർത്താവ് സൗഖ്യമാക്കുന്നത്, അല്ലാതെ തനിക്ക് ക്രെഡിറ്റ് കിട്ടാനായിട്ടല്ല. സോ ലെറ്റ് us ബി വെരി വെരി ക്ലിയർ. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കണ്ടത് പലതും പിന്നീട് ലേഖനങ്ങളിൽ കാണുന്നില്ല. സോ അപ്പോസ്തലന്മാരെങ്ങനെയാണോ പഴയ നിയമത്തെ എടുത്ത്, അതാ തോമസ് കുട്ടി ബ്രദറിൻ്റെ രാവിലത്തെ സെഷൻ വളരെ അനുഗ്രഹിക്കപ്പെട്ടത്, നിങ്ങളതെല്ലാം കാണണം. എങ്ങനെയാണ് അതിനാണ് അപ്പോസ്തോലിക ഡോക്ട്രിൻ എന്ന് പറയുന്നത്, അപ്പോസ്തോലിക് ഡോക്ട്രിൻ. അപ്പോൾ ഹെവൻലി ഫീസ്റ്റ് ചിലർ പറയും പുതിയ നിയമം മാത്രമേ എടുക്കത്തുള്ളൂ. അല്ല, അപ്പോസ്തലന്മാരെങ്ങനെ എടുത്തോ യേശു ആണ് ക്രിസ്തു എന്ന് പ്രൂവ് ചെയ്യാൻ പഴയ നിയമം ഞങ്ങൾ കൂടുതൽ എടുക്കും. നിങ്ങൾ ഈ അടുത്ത ആഴ്ച പെസഹായുടെ മെസ്സേജ് ഞാൻ പറയുമ്പോൾ ഞാൻ സംഖ്യാപുസ്തകത്തിൽ നിന്ന് എടുക്കാൻ പോകുന്നത്, ലേവ്യ പുസ്തകത്തിൽ നിന്ന് എടുക്കാൻ പോകുന്നത്. സോ ഇറ്റ് ഇസ് പഴയ നിയമം. സോ അവിടുത്തെ ഷാഡോ എങ്ങനെ, ഈ ആഴ്ച മുഴുവൻ അതായിരിക്കും മെസ്സേജ്, എങ്ങനെ പഴയ നിയമത്തിലെ നിഴൽ ക്രിസ്തുവിൽ അത് യാഥാർത്ഥ്യമായി. അപ്പോൾ അപ്പോസ്തലന്മാർ അതാ ചെയ്തത്. അപ്പോസ്തലന്മാർ യഹൂദന്മാരുടെ ഇടയ്ക്ക് പ്രവർത്തിക്കുമ്പോൾ പ്രൂവ് ചെയ്തു ഈ യേശു തന്നെയാണ് ക്രിസ്തു. സോ നമുക്ക് ഇനി നേർച്ചയുണ്ടോ? ഇല്ല, നേർച്ചയില്ല. കാര്യം നേർച്ച വരുന്നതിൻ്റെ അടുത്ത ഒരു സാധനം എന്താ, നമ്മൾ ജീവനോടിരിക്കുമ്പോഴേ ഉള്ളൂ നേർച്ച. ലോകപ്രകാരം നമ്മൾ മരിച്ചവരാണ് സ്നാനപ്പെട്ട ദിവസം. ക്രിസ്തുവിൽ നമ്മളായി ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. സോ ദ ന്യൂ ബർത്ത് ഇസ് ടോട്ടലി ഡിഫറൻറ്റ്. നമ്മൾ ദൈവത്തിന് വേണ്ടിയാണ്. സോ this is very clear. I hope that vows, promises ഇതൊന്നും ദൈവത്തിന് മുമ്പിലില്ല. കാര്യം എന്താ, നല്ല പിതാവ് തൻ്റെ പുത്രനെ ആദരിക്കാതെ നമുക്ക് ഏവർക്കും നൽകിയവൻ അവനോട് കൂടെ സകലതും സൗജന്യമായി തരത്തില്ലയോ? അല്ലേ? റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം, നമ്മൾ അങ്ങോട്ടാണ് വരാൻ പോകുന്നത്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യമാണത്. ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിലാണ് നമ്മൾ ഇന്നത്തെ കർട്ടൻ റേസർ. ഹല്ലേലൂയ. അതിൻ്റെ റോമൻസ് ചാപ്റ്റർ 8 and verse 31 വായിച്ചു. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? സ്വന്തം പുത്രനെ ആദരിക്കാതെ ദൈവം നമുക്ക് അനുകൂലമാണ്. ഒന്ന് പറയാം, ദൈവം എനിക്ക് അനുകൂലമാണ്. ഇന്ന് ഇവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിനകത്ത് പതിയേണ്ട ഒരു കാര്യമാണ്, ഗോഡ് ഈസ് ഫോർ മീ, ഹി ഈസ് പ്ലീസ്ഡ് വിത്ത് മീ. ഈ ദിവസങ്ങളിൽ നമ്മൾ ഓരോ ദിവസവും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം നമ്മുടെ മനസ്സിനകത്തൊരു കാര്യം ഉറപ്പിക്കണം, എൻ്റെ പ്രവൃത്തി കൊണ്ടോ എൻ്റെ ജീവിതശൈലി കൊണ്ടല്ല ഇതൊക്കെ നടക്കുന്നത്. കർത്താവിന് എന്നോടുള്ള കരുണയാണ്. കൃപയാലാണ് എന്നെ രക്ഷിച്ചത്. നിലനിൽക്കുന്നത് കർത്താവിൻ്റെ കരുണയാണ്. ഈ രണ്ട് വാക്കും തമ്മിൽ ഭയങ്കര ഒരു വ്യത്യാസമുണ്ട് കേട്ടോ, വലിയ വ്യത്യാസം. എപ്പോഴും നമ്മൾ എങ്ങനെ വേണമെന്ന് ചോദിക്കുക,
കൃപ എത്ര ചീപ്പല്ല, കൃപ ഭയങ്കരമാണ്. ഗ്രേസ് എന്ന് പറയുന്നത് ഇസ് ജീസസ്. ഗ്രേസ് എന്ന് പറയുന്നത് അൺഡിഫൈൻഡ്. അപ്പോൾ ഞാൻ ജീവിക്കുന്നത് കൃപയാലല്ല, കരുണയാല. കർത്താവിൻ്റെ കരുണയാണ് ഞാൻ നിൽക്കുന്നത്, കൃപയാണ് എന്നെ രക്ഷിച്ച്. ഓക്കെ, മേഴ്സി ആൻഡ് ഗ്രേസ് ആർ ടു ഡിഫറൻസ്. ഗുഡ്നസ് ആൻഡ് മേഴ്സി വിൽ ഫോളോ മീ. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും പിന്തുടരും. കരുണയാ പിന്തുടരുന്നത്, കരുണ. കാര്യം അവൻ്റെ ഹിസ് മേഴ്സി ഇസ് ഓൺ മീ, സോ ഗുഡ്നസ് വിൽ ബി ബിഹൈൻഡ് മീ. മനസ്സിലായോ? കരുണയും കൃപയും തമ്മിൽ രണ്ട് വാക്കുകളാണ്. കൃപയാൽ രക്ഷിക്കപ്പെട്ടത്, കൃപയാൽ ആണ് സ്വർഗം ലഭിച്ചത്. കൃപ എന്ന് പറയുന്നത് അൺഡിഫൈൻഡ് ആയിട്ട് കിട്ടുന്ന ഗിഫ്റ്റ്സാണ്, അൺമെറിറ്റഡ് ആയിട്ട്. എന്നെ കൊണ്ടത് പറ്റത്തില്ല. പക്ഷെ ഞാൻ നിൽക്കുന്നത്, പുതിയ വണ്ടി കിട്ടിയല്ലോ, സാധാരണ നമ്മൾ വായിന്ന് വരും കൃപയാൽ. വണ്ടി കൃപയ്ക്കകത്ത് കയറ്റരുത്. വണ്ടി എന്ന് പറയുന്നത് സാധാരണ അത് കരുണയാണ്, കർത്താവിൻ്റെ കരുണയാണ് ഒരു വണ്ടി കിട്ടിയത്. പക്ഷേ കൃപയെന്ന് പറയുന്നത് ഭയങ്കരമാണ്. സോ അവിടെ ഇത് സംബന്ധിച്ച് ഞാൻ എന്ത് പറയണം? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്, അത് അതിനകത്തോട്ട് ഞാൻ വരാം. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള വാക്ക് 32 പറയാം. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും, പറഞ്ഞ എല്ലാവർക്കും, ഒരാൾക്കല്ല എല്ലാവർക്കും, അഥവാ ലോകത്തിലെ എല്ലാവർക്കും വേണ്ടിയാണ് യേശുവിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ചിലർ പറയും ഞാനിപ്പോഴും സ്ട്രഗിൾ ചെയ്യാം. ഞാൻ പറയും, കിട്ടിയ യേശുവിനെ കൊണ്ട് എന്ത് ചെയ്തു? കിട്ടിയ ദൈവവചനം എങ്ങനെ പ്രയോജനപ്പെടുത്തി? ഈ ദിവസങ്ങളിൽ എൻ്റെ ആഗ്രഹം ഈ വചനം നിങ്ങളുടെ അകത്ത് കത്തണം. വചനം അസ്ഥിയെ പോലും തീ പിടിപ്പിക്കണം. മറ്റുള്ള ആരുടെ വിശ്വാസത്തിലല്ല ഞാൻ നിൽക്കുന്നത്, എൻ്റെ സ്വന്തം കാലിൽ ഞാൻ നിൽക്കാൻ തുടങ്ങാൻ പോവാം. സോ ഈ വചനത്തിൽ പറയാം, ദൈവം എനിക്ക് അനുകൂലമാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? സകലവും ഇംഗ്ലീഷിൽ അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്, അത് മലയാളത്തിൽ മിസ്സിംഗ് ആണ്. ഹി വിത്ത് ഹിം ഓൾസോ ഫ്രീലി, സൗജന്യമായി. ആ സൗജന്യം എന്നുള്ള വാക്കാണ് ഏറ്റവും പ്രധാനം അതിനകത്ത്. ഞാൻ ഈ പെന്ന് നിങ്ങൾക്ക് തരാൻ പോവുക. നിങ്ങൾ എന്നെ കാണുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പെന്ന് തരും. നിങ്ങൾ ഈ രജിസ്ട്രേഷൻ്റെ കൂടെ ഈ പെന്നൂടെ എന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞു. കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ വിളിച്ചിട്ട് നിങ്ങളോട് എനിക്ക് ചോദിക്കാം, ഈ പെന്നിന് 5 രൂപ വിലയുണ്ട്, ആ 5 രൂപ എനിക്ക് തരണേ. അന്ന് തന്നില്ല പെന്ന്, അതിനൊരു 5 രൂപ തരണേ എന്ന് വേണേൽ പറയാം. എന്നാൽ ഞാൻ ഈ തരുമ്പോൾ ഇത് ഫ്രീ ആണെന്ന് പറഞ്ഞാൽ പിന്നെ അതിന് വില പറയാൻ പറ്റത്തില്ല. അതിനാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ കൂടെ നിർത്തിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ നോക്കിക്കുക, അതിനകത്ത് എഴുതിയിരിക്കുന്ന ഫ്രീലി. താങ്ക് യു നൈജു. പരിശുദ്ധാത്മാവും എന്താ ചെയ്യുന്നത്? 1 കൊരിന്ത്യർ അതിൻ്റെ 2-ാം അധ്യായത്തിൽ, 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ചത് നന്നായിരിക്കാം. നമുക്കോ വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്തൊക്കെ വെളിപ്പെടുത്തി? കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഹൃദയത്തിൽ നിരൂപിക്കാത്തത് ദൈവം തന്നു. എന്നിട്ട് പറയാണ് 2:12 ഒന്ന് വായിച്ചേ. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, അവിടെയും പറഞ്ഞിരിക്കുന്ന ദൈവം നമുക്ക് നൽകിയതെന്ന, അല്ലേ? ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, നൗ വി ഹാവ് നോട്ട് റിസീവ്ഡ് ദ സ്പിരിറ്റ് ഓഫ് ദ വേൾഡ് ബട്ട് ദ സ്പിരിറ്റ് ഹൂ ഇസ് ഫ്രം ഗോഡ്, that we might know the things that have been freely given from God. Freely given, സൗജന്യമായി കിട്ടിയത് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. അപ്പോൾ സൗജന്യമായി കിട്ടിയെന്ന് പറയുമ്പം പിന്നെ അതിൻ്റെ പുറത്തൊരു നേർച്ചയുണ്ടോ? അതിൻ്റെ പുറത്ത് ഇത് ചെയ്താൽ ഇത് ഇല്ല. മുഴുവൻ സ്വർഗം തന്നിരിക്കുക. യേശുവിനെ കൈ തന്നെന്ന് പറഞ്ഞാൽ എന്താ? അതല്ലേ സ്വർഗത്തിലെ ഏറ്റവും വിലപ്പെട്ടത്. ആ യേശുവിനെ തന്നപ്പോൾ യേശുവിൻ്റെ കൂടെ ബാക്കി സകലതും അതാ 12, 1 കൊരിന്ത്യർ 2:12 എഴുതിയിരിക്കുകയാണ്. സകലതും അത് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നടക്കുമ്പം
അവിടെയാണ് നമ്മുടെ അകത്തുനിന്ന് അസൂയ പോകുന്നത്, അത്യാഗ്രഹം പോകുന്നത്. കാര്യം എന്താ? എനിക്ക് വേണ്ടിയത് വേണ്ടിയ സമയത്ത് എനിക്ക് കർത്താവ് തരും. ആ ഉറപ്പ് നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. ഇപ്പോൾ പല സ്ഥലത്തും അനിശ്ചിതത്വം നടക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, യേശുവിനെ തന്നതല്ലേ, ആ തന്ന പിതാവ് എനിക്ക് വേണ്ടിയപ്പോൾ അടുത്ത വർഷം എനിക്ക് ഇന്നതുണ്ട്, എന്നെ ചെയ്യും, ആ സമയമാകുമ്പോൾ, തക്ക സമയമാകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കും. ചിലർ എങ്ങനെ പറയാറുണ്ട്, കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല, വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം, ജോലിയില്ല, സാമ്പത്തിക വരുമാനമില്ല. ഞാൻ മനസ്സിലാക്കിയത്, ആ വരുമാനം മാർഗം വരുമ്പം കുഞ്ഞിനെയും കർത്താവ് തരും. എല്ലാം ഡോണ്ട് ടേക്ക് ഇറ്റ് ആസ് എ പ്രിൻസിപ്പിൾ കേട്ടോ. ഞാൻ പറഞ്ഞ നിസ്സാരം, കുഞ്ഞിനെ തന്നാൽ അതിൻ്റെ വാതിൽ തുറക്കും. എന്തിനും നോ വൺ തിങ്, റിലാക്സ്, ഒരു ടെൻഷനും വേണ്ട. എൻ്റെ കാരണം പുത്രനെ തന്നവൻ അവനോട് കൂടെ എല്ലാം സൗജന്യമാണ് തന്നിരിക്കുന്നത്. നൗ ഇത് ഞാൻ എപ്പോഴും മനസ്സിലാക്കിക്കോണം, എപ്പോഴാണ് പ്രവൃത്തി വരുന്നത്? മനസാക്ഷിക്കകത്ത് മലിനമാകുമ്പോഴാണ്, മനസാക്ഷിക്കകത്ത് കറ വരുമ്പോഴാണ് പ്രവൃത്തി വരാൻ തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ മനസാക്ഷി നമ്മളോട് സാക്ഷ്യം പറയും കുഴപ്പക്കാരനാണ്. അല്ലെങ്കിൽ യേശു ഉയർത്തെഴുന്നേറ്റ് ജീവനോടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി താൻ പിന്നെയും പോകത്തില്ലല്ലോ നേർച്ച ചെയ്യാൻ. ഞാൻ ഇത്രയും പേർക്ക് കൊടുത്തേക്കാം എന്ന് പറഞ്ഞാൽ നേർച്ചയായിട്ടല്ല, നന്മ ചെയ്യുന്നവനാകും. ഇത് രണ്ടും രണ്ടാണ്. ഇത് ചെയ്താൽ എനിക്ക് നന്മ കിട്ടും. ഇപ്പം നമ്മൾ എത്രയോ കുഞ്ഞുങ്ങളെ നോക്കുന്നു, ഈ ഫ്രീ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ, ഫീഡ് ദ ഹംഗ്രി. ആ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുമ്പം എനിക്കെന്തോ കിട്ടാനായിട്ടല്ല, നോ. പക്ഷേ അകത്ത് യേശു ഉണ്ടോ? കൊടുക്കും. നല്ല മനോഹരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാം. ദോസ് ഹൂ ഡു നോട്ട് ഹാവ് ലവ് ക്യാൻ ഓൾസോ ഗിവ്, ബട്ട് ദോസ് ഹൂ ഹാവ് ലവ് വിൽ ഗിവ്. എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹം അകത്ത് വന്നിട്ടുണ്ടോ, നിങ്ങൾ കൊടുക്കുന്നവരായി തീരും. അതേ സമയത്ത് മറ്റേതല്ല, കൊടുത്താൽ എന്തോ കിട്ടും. കൊടുക്കണ്ട. ഈ സുവിശേഷം മുഴുവൻ ക്യാപ്സൂൾ പരുവത്തിൽ യേശു പറഞ്ഞൊരു വാക്കുണ്ട്, യേശു കഷ്ടപ്പെട്ടു, അവൻ്റെ നാമത്തിൽ നമുക്ക് വിടുതലുണ്ട്. സോ ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞിട്ട്, ദൈവം എനിക്ക് അനുകൂലം. ഒന്ന് അക്ഷത്തി പറഞ്ഞ, ദൈവം എനിക്ക് അനുകൂലം, പ്രതികൂലം ആർക്കും നിൽക്കാൻ പറ്റത്തില്ല. ഇന്ന് ദോഹയെന്നൊക്കെ സാക്ഷ്യങ്ങൾ കേട്ടു. നമ്മുടെ സഹോദരിമാരൊക്കെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇങ്ങനെ പറയും, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കത്തില്ല, കരോണ എൻ്റെ അടുത്ത് വരത്തില്ല. റൈറ്റ് കൺഫെഷൻ. ദ ലോർഡ് ഈസ് മൈ ഹെൽപ്പർ, ഐ വിൽ നോട്ട് ബി എ വാട്ട് കെൻ കരോണ ഡു ടു മീ. പറഞ്ഞാൽ കരോണ അപ്പോഴെ സ്ഥലം വിടും. സോ ബാക്ക് ടു ദ ടോപ്പിക്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾ നോക്ക്, ഒരു ജയകരമായ ജീവിതം നയിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇന്നലെ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞു. രണ്ട് കാര്യമാണ് നമ്മളെ എപ്പോഴും വലിക്കുന്നത് പുറകോട്ട്. അത് ഭയം, രണ്ട് കണ്ടംനേഷൻ. അപ്പം റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണ്? Therefore now there is no more condemnation for those who are in Christ Jesus. ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഇനിയും ഒരു ശിക്ഷാവിധിയില്ല. ശിക്ഷാവിധി എന്ന് പറയുന്നത് കണ്ടംനേഷൻ, അത് കുറ്റബോധമില്ല. അയ്യോ ദൈവം കുറ്റബോധം. അതാണ് ഈ എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 14-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചിട്ട് മുമ്പോട്ട് പോവുകയാണ് നല്ലതായിരിക്കും. 2:14 ഈ രണ്ട് വാക്യം ഇസ് ദ കീ ടു ദ ഹോൾ ഗോസ്പിൾ. കീ ടു ദ ഹോൾ ഗോസ്പിൾ. 14 ഇൻ സോ മച്ച് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകുകൊണ്ട് അവനും അവരെ പോലെയായി ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ യേശു തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമയായിരുന്നവരെ ഒക്കെയും എന്ത് ചെയ്തു? വിടുവിച്ചു. ഇനി മരണത്തിന് നമ്മുടെ മേൽ യാതൊരു റൈറ്റുമില്ല, അധികാരമില്ല. ഫിയർ ഓഫ് ഡെത്ത് ഹാസ് ഗോൺ. പ്ലസ് ഈ ഡെത്തിനകത്ത് രണ്ടർത്ഥമുണ്ട്. ഏറ്റവും മറ്റേ ഈ ന്യായപ്രമാണത്തിനകത്ത്
എന്തെങ്കിലും തെറ്റ് ചെയ്ത്, ഇപ്പം കൈ കൊണ്ട് തെറ്റ് ചെയ്താൽ കൈ വെട്ടിക്കളയണം, കണ്ണുകൊണ്ട് തെറ്റി കഴിഞ്ഞാൽ, ഓർക്കുന്നുണ്ടോ ഇത് ചെയ്യരുത് അതെന്നൊക്കെ എന്ന് പറയുമ്പം യേശു, ഞാനെപ്പോഴും തമാശന് പറയും, ചിലർ പറയും യേശു പറഞ്ഞല്ലോ ഇങ്ങനെയൊക്കെ മാതൃക സഭ എന്ന് പറയുന്നത് ഒരു തെറ്റ് നമ്മൾ ചെയ്യാത്ത, അങ്ങനെയാണെങ്കിൽ യേശു പറഞ്ഞത് മുഴുവൻ ചെയ്തോ. ഈ പാതി പറയരുത്. യേശു പറഞ്ഞു നിൻ്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ നിൻ്റെ കണ്ണ് ചുവർന്ന് കളയണം. അപ്പോൾ കണ്ണ് കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നാൽ നമുക്ക് കളഞ്ഞേക്കാതെ. 2, നിൻ്റെ കൈക്ക് ഇടർച്ച വരുത്തിയാൽ കൈ രണ്ടും വെട്ടിക്കളഞ്ഞേക്കാം. കാലിൽ ഇടർച്ച വരുത്തിയാൽ വെട്ടി ദൂരോട്ട് കളഞ്ഞ എന്ന് പറഞ്ഞാൽ മാതൃക സഭ വികലാംഗ സഭയായിരിക്കും. നോ. യേശു വന്നത് യേശു ന്യായപ്രമാണത്തെ കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാക്കി. ഇത് മുഴുവൻ എന്തിനാണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിക്കണം, കൃപയാലാണ് രക്ഷ എന്ന് മനസ്സിലാകണം. നോ ഇവിടെ ഈ 2 മരണമുണ്ട്. ഒന്ന് കർത്താവുമായിട്ടുള്ള വേർപാട്, 2 ഈ എന്ത് തെറ്റ് ചെയ്താലും അവയം പോകുന്നുള്ള ഭയം. ഈ 2 ഭയവും യേശു തൻ്റെ മരണത്താൽ നീക്കി എന്നാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം. സോ കണ്ടംനേഷൻ അവിടുന്ന് മാറി. 2-ാമത്തെ വാക്യം അക്കോർഡിംഗ് ടു വായിച്ചു 8:1 റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ജീവന്റെ ജീവന്റെയും അപ്പം ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം. 2 നിയമങ്ങളാണ്. അതാണ് ഈ പരിശുദ്ധാത്മാവും ആത്മാവിൻ്റെയും ജീവന്റെയും പ്രമാണം. ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. ജീവന്റെയും ആത്മാവിൻ്റെയും പ്രമാണം. പാപത്തിന്റെയും മരണത്തിന്റെയും അതിൽ നിന്ന് ക്രിസ്തു യേശുവിലെ സ്വാതന്ത്ര്യമുള്ളൂ ബൈ ദ ഹോളി സ്പിരിറ്റ്. അതാണ് ഈ 7-ാം അധ്യായത്തിൽ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനാന്ന് പറയാൻ കാരണം എന്താ? അവിടെ ക്രിസ്തു ഇല്ലായിരുന്നു, അവിടെ പരിശുദ്ധാത്മാവില്ലായിരുന്നു. ഞാൻ ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ ക്രിസ്തുവിൽ ഒരുവനായാൽ അവൻ പുതിയ സൃഷ്ടിയായി. നൗ ദ മിസ്റ്ററി ഓഫ് ദ ന്യൂ ക്രിയേഷൻ, പരിശുദ്ധാത്മാവിനാൽ പുതിയ സൃഷ്ടിയായിരിക്കുന്ന ഒരാൾ, വീണ്ടും ജനിച്ച ആൾ, പുതിയ സൃഷ്ടിയായ ആൾ, 2 പുതിയ സൃഷ്ടിയായ ആൾ, ക്രൈസ്റ്റ് ഇസ് ഇൻ ഹിം. അതിനകത്ത് ദർ ഇസ് സംതിങ് ഗ്ലോറി. നൗ പ്രസൻസ് ഓഫ് ഗോഡും ഗ്ലോറി ഓഫ് ഗോഡും 2 ഞാൻ പറഞ്ഞു. നൗ ഇന്നർ ചേംബറിലോട്ട് കയറുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ആൻഡ് ആ ഗ്ലോറിക്കകത്ത് നിങ്ങൾ നിൽക്കാൻ ശ്രമിക്കും. ഇവിടെ 2 നിയമങ്ങളെക്കുറിച്ച് പറയാം. ഒന്ന് ജീവന്റെയും ആത്മാവിൻ്റെ നിയമം, 2 പാപത്തിൻ്റെയും പ്രമാണം. ഈ നേരത്തെ ഞാൻ കാണിച്ചിട്ടുള്ള ഈ ഒരു ടിഷ്യൂ പേപ്പർ ഞാൻ മുകളിൽ നിന്നിട്ടാൽ താഴെ പോയി അപ്പം ഇതൊരു നിയമമാണ്. ഈ നിയമം ഉള്ളത് കൊണ്ടാണല്ലോ നമ്മളിങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ ബഹിരാകാശത്തിൽ പോകുന്നവരെ കാണാമല്ലോ ഇങ്ങനെ നീന്തി നടക്കുന്നത്. ഓർത്ത് നോക്കിക്കേ, ഗ്രാവിറ്റി ഇല്ലെങ്കിൽ നമ്മളെല്ലാം ഇങ്ങനെ വീടിനകത്തോടൊക്കെ ഇങ്ങനെ നടക്കും. ഗ്രാവിറ്റി ഇല്ല. അപ്പോൾ ഗ്രാവിറ്റി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ താഴെ എല്ലാം നിൽക്കുന്നത്, അല്ലേ? അപ്പം തന്നെ ഇത് ഞാൻ വിടാൻ പോവാം, ഇത് വിട്ടു, താഴെ പോയി. വീണ്ടും വിടുമ്പം ഇടയ്ക്കൊരു കൈ അങ്ങ് വന്നു. ഇവിടെ ഒരു നിയമമുണ്ട്, പക്ഷെ ആ നിയമത്തെക്കാളും ശക്തമായ അടുത്തൊരു നിയമം വന്നു, ക്രിസ്തുവിൻ്റെ നിയമം, ജീവന്റെയും ആത്മാവിൻ്റെ നിയമം. ഇനി ഇത് താഴെ പോകത്തില്ല. അതാ ക്രിസ്തുവിൽ ഒരുവനായാൽ അവൻ എല്ലാത്തിനും ശക്തനായി മാറും. കാര്യം എന്താ? ഇവിടെ ഇരിക്കുന്നതോളം, അതുകൊണ്ടാണ് വെളിച്ചത്തിൽ വസിക്കാൻ പറയുന്നത്. ഇവിടുന്ന് വേണം എനിക്ക് എടുത്ത് ചാടാം ഇരുട്ടത്തോട്ട്, പക്ഷെ ഇവിടെ നിൽക്കുന്നതോളം കാലം എന്നെ ആർക്കും കുലുക്കാൻ പറ്റത്തില്ല, തൊടാൻ പറ്റത്തില്ല. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം, ഈ പവർ കാരണം ഇറ്റ് ഈസ് ദെയർ, ഇറ്റ് ഈസ് ബീങ് ഹെൽഡ്. ആ കർത്താവിൻ്റെ സോ 2 നിയമം. അതിൻ്റെ അർത്ഥം എന്താ? പിശാചോ അല്ലെ ഇരുട്ടിൻ്റെ അധികാരമോ പാപമോ, പാപത്തിൻ്റെ ഒരു നിയമം എൻ്റെ ശരീരത്തിലില്ലേ? ഉണ്ട്. അതിപ്പോഴും ഓപ്പറേറ്റീവാണ്. പക്ഷെ അതിനെ മരപ്പിക്കുന്നത്, അതിനെ താക്കുന്നത് എൻ്റെ പ്രയത്നം കൊണ്ട് നടക്കത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം.
വീണ്ടും ജനിച്ച ആൾ പുതിയ സൃഷ്ടിയാകുമ്പോൾ അതിൻ്റെ ബലം പരിശുദ്ധാത്മാവിൻ്റെ അകത്ത് വസിക്കുക മാത്രമല്ല, കൂടെ നടക്കാനും തുടങ്ങും. അതാണ് പത്രോസ് താൻ ആദ്യത്തെ പ്രസംഗം പ്രസംഗിക്കുമ്പോൾ അവർ പറഞ്ഞു, മാനസാന്തരപ്പെടണം. ഒരു കർമ്മമല്ല, മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ മനസ്സിനൊരു രൂപാന്തരം ഉണ്ടാകണം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഒന്ന്, എൻ്റെ തെറ്റായ വഴികളിൽ നിന്നും ഞാൻ ബൈ പറയാൻ പോവാം. അപ്പോൾ തന്നെ ഒരു പുതിയ നിയമത്തിലോട്ട് ഞാൻ കയറാൻ പോവാം. പഴയ പ്രമാണമെല്ലാം മാറി മനസ്സൊന്ന് മാറണം. മനസ്സ് രൂപാന്തരം പ്രാപിച്ചിട്ട് നിങ്ങൾ സ്നാനപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവെന്ന ദാനം കിട്ടും. കഴിഞ്ഞ ദിവസം ഒരു ചോദ്യമുണ്ടായിരുന്നു, സ്നാനപ്പെട്ടവർക്ക് മാത്രമാണോ പരിശുദ്ധാത്മാവ്? അല്ല 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 അല്ല. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം എന്ന് പറയുന്നത് സ്നാനപ്പെടാത്തവർക്കുമോ, ചോദിക്കുന്ന ആർക്കുമോ. പക്ഷേ സ്നാനപ്പെട്ടവൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് തന്നെ നടത്താൻ തുടങ്ങും. പരിശുദ്ധാത്മാവ്, ആൻഡ് യു വിൽ റിസീവ് ദ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ എന്നല്ല, പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്ത ദാനം. യേശു പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് അഡ്വാൻറ്റേജ്. ഞാൻ പോകുമ്പോൾ ഒരു സഹായകനെ നിങ്ങൾക്ക് വരും. ദൈവത്തോട് നല്ല മനസ്സാക്ഷി ആചരിച്ചവന് ദൈവം തന്നെ കൂടെ നടത്താൻ പോകുക. അതുകൊണ്ട് മാത്രമേ അതാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ ഫ്രൂട്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റിലോട്ട് വരുമ്പോൾ അവിടെ പറയും, പരിശുദ്ധാത്മാവിൽ നടക്കുന്നവനെ ജഡിക അഭിലാഷങ്ങളെ പിടിച്ചടക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് ഉപവസിക്കാനായിട്ട് ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്നവർ കാണും. നമ്മൾ വേണ്ടെന്ന് വെച്ചാലും നടക്കത്തില്ല, വേണമെന്ന് വെച്ചാലും നടക്കത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവിനോടൊന്ന് പറയാമോ, പരിശുദ്ധാത്മാവേ, ഇന്ന് മുതൽ ഞാൻ എൻ്റെ ജീവിതം പ്രതിഷ്ഠിക്കുക, എന്നെ സഹായിക്കണം, എൻ്റെ ആ സാഹചര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം, എനിക്ക് ഇന്ന് മുതൽ കർത്താവിൻ്റെ കൂടെ നടക്കുന്ന അനുഭവം ഉണ്ടാകണം. യു വിൽ ബി അമേസ്ഡ്. ഹീസ് റിയൽ, ഹീസ് വിത്ത് മീ, ഹീസ് വിത്ത് യു. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ തൊട്ട് അടുത്ത് കൊതിക്കുക പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒന്ന് സഹായിക്കാൻ. നിങ്ങളുടെ അകത്തും ഇരിപ്പുണ്ട്, വെളിയിലും നിൽക്കുക. യു ആർ കവേർഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ഹി വാണ്ട്സ് ടു ഹെൽപ്പ് യു. ഇവിടെ പറയാണ്, ഫോർ വാട്ട് ദ ലോ കുഡ് നോട്ട് ഡു. അതിൻ്റെ മൂന്നാമത്തെ വാക്യം, നിയമത്തിന് വേണ്ടി, നിയമം അഥവാ പ്രമാണത്തിന് ചെയ്യാൻ പറ്റാഞ്ഞത് ദൈവം തന്നെ തൻ്റെ പുത്രനെ 3-4 ഒന്ന് വായിക്കാവോ. ജഡത്താലുള്ള ബലഹീനത നിമിത്തം. അതാണ് ജഡത്തിൻ്റെ ബലഹീനതയാണ് 7-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമ്മൾ കണ്ടേ, അയ്യോ ഞാനൊരു അരിഷ്ട മനുഷ്യൻ. ജഡത്തിൻ്റെ ബലഹീനത. കാര്യം എന്നാ, ഒരു നിയമം കിടപ്പുണ്ട്. അയ്യോ ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞ് നടക്കണ്ടേ. കാര്യം എന്താ, ദൈവം പാപത്തെ എടുത്തു കളഞ്ഞു. ഇനി പാപ സ്വഭാവം അകത്ത് കിടപ്പുണ്ട്. അതിനെ മാറ്റാൻ, അത് ആയുഷ്കാലം, മരണം വരെ ആ നിയമം അവിടെ കാണും. ആർക്കും അത് ജയിക്കാൻ പറ്റത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവിനെ സഹായിച്ച് അതിനെ അടിച്ച് മാറ്റാൻ പറ്റും. അതാ പൗലൂസ് പറയുന്നത്, ഞാൻ ദിനം തോറും ചാകുന്നു, ഐ ഡൈ ഡെയിലി എന്ന് എന്താ, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഓരോ ദിവസവും എൻ്റെ അകത്തെ ഈ നിയമം അവിടെ ഉണ്ട്, അവിടെ കിടക്കുക. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമം അവിടെ ഉണ്ട്. ഡോണ്ട് ബി സർപ്രൈസ്ഡ്. നിങ്ങൾ അതിശയിക്കരുത്, അയ്യോ ഞാൻ ഇത്ര അന്യഭാഷ പറഞ്ഞിട്ട് പിന്നെയും വേണ്ടാത്ത ചിന്തകൾ വരും. പക്ഷെ അവിടെയാണ് വചനം പറയുന്നത്, റെസിസ്റ്റ് ദ ഡെവിൾ. നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിനെ ഒന്ന് റെസിസ്റ്റ് ചെയ്തേ, അത് വേണ്ടെന്ന് വെച്ചേ. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞേ സഹായിക്കാൻ. അതാ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ നമ്മുടെ അതേ സാദൃശ്യത്തിൽ പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെ അല്ല. അപ്പം ഇത് മനസ്സിലാക്കണമെങ്കിൽ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ജഡത്തിൽ നടന്നാൽ ഇത് പിടികിട്ടത്തില്ല. ഇത് ആര് പിടിതരണം? പരിശുദ്ധാത്മാവ് തരണം. ന്യായപ്രമാണത്തിന് വായിച്ചേ, and the righteous requirement of the law might be fulfilled. Law is fulfilled in Christ Jesus. ന്യായപ്രമാണത്തിൽ പറഞ്ഞ മുഴുവൻ നിയമങ്ങളില്ലേ, അത് മുഴുവൻ യേശു ക്രിസ്തുവിൽ ഞാൻ നിവർത്തിച്ചതവനാ. എൻ്റെ പകരക്കാരനായിട്ടാണ് യേശു നിൽക്കുന്നത്. ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ജീസസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് റിയാലിറ്റി. സബ്സ്റ്റിറ്റ്യൂഷൻ. എൻ്റെ പകരക്കാരനായിരുന്നു യേശു.
എനിക്കുണ്ടായിരുന്ന ജഡത്തിലെ ബലഹീനത യേശു ജഡത്തിൽ വന്നപ്പോൾ ഹി ഓവർകം ഇറ്റ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞ ഒത്തിരി വിഷയങ്ങൾ കാണും, പക്ഷെ ഞാൻ ജയിച്ചവനാണ് ലോകത്തെ ജയിച്ചവൻ. അതുകൊണ്ട് നിങ്ങൾ റിജോയ്സ് ചെയ്യും, എന്നിൽ നിങ്ങൾക്കൊരു സമാധാനം കിട്ടും. എന്നിൽ കാര്യം എന്താ, ലോകത്തിൽ എല്ലാ ദിവസവും പല ചലഞ്ചസ് വരുമ്പോൾ ചിലർ എന്നോട് പറഞ്ഞു, ആങ്കർ, ദേഷ്യം എങ്ങനെ കൺട്രോൾ ചെയ്യാം? യു ഹാവ് എ ഹെൽപ്പർ. പലപ്പോഴും നമ്മൾ എൻ്റെ കൂടെ അവൈലബിൾ ഹെൽപ്പിന് നമ്മൾ വിളിക്കുന്നില്ല. നമ്മൾ ജഡത്തിൽ നടക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ നോക്കുക. നിൽക്ക് വെയിറ്റ് റിയാക്ട് ചെയ്യാതെ. യു ഹാവ് എ ഹെൽപ്പർ, ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവെ, ഞാൻ എങ്ങനെ ഇതിനെ പ്രതികരിക്കണം? പരിശുദ്ധാത്മാവെ, എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ എനിക്ക് ഇറിറ്റേഷൻ വരുന്നുണ്ട്, എന്നെ ഒന്ന് സഹായിക്കാമോ ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ? യു വിൽ ബി സർപ്രൈസ്ഡ്, ഹീ ഈസ് ദെയർ വിത്ത് യു. ഞാനിത് പറയുമ്പോൾ ഐ ക്യാൻ ഫീൽ ലൈക്ക് എ ക്ലൗഡ്, ഇറ്റ്സ് എൻഗൾഫിങ്. ഓരോ ഭവനങ്ങളിൽ ഇങ്ങനെ പരിശുദ്ധാത്മാവ് വെയിറ്റ് ചെയ്യുക, കൊതിക്കുക സഹായിക്കാൻ. ഐ വിൽ സെൻഡ് യു അനദർ ഹെൽപ്പർ എന്നല്ലേ യേശു പറഞ്ഞത്? ഐ വിൽ സെൻഡ് യു അനദർ ഹെൽപ്പർ, ഒരു സഹായകൻ. അപ്പോൾ അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ന്യായപ്രമാണത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ എന്താ? ഫുൾഫിൽമെൻറ്റ് ഓഫ് ദ ലോ. നീതീകരണം ആരിൽ സംഭവിച്ചു? ക്രിസ്തുവിൽ സംഭവിച്ചു. ആർക്കത് പിടികിട്ടും? ആത്മാവിൽ അനുസരിച്ച് നടക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നടക്കുമ്പോഴാണ് ഫ്രീഡം. പരിശുദ്ധാത്മാവിൻ്റെ നടക്കുമ്പോൾ എല്ലാ ദിവസവും 1, 2, 3 കൽപ്പന ഞാൻ അനുസരിച്ചോ ഇല്ലയോ നോക്കണ്ട, നിങ്ങൾ അവൻ്റെ പ്രമാണത്തിൽ തന്നെയാണ് നടക്കുന്നത്. നമ്മൾ പോലും അറിയാതെ. ഇന്ന് ഞാൻ പല കാര്യങ്ങളും വചനത്തിൽ പിന്നീട് ഞാൻ കണ്ടത്. പരിശുദ്ധാത്മാവ് എന്നെ നടത്തിയ പല കാര്യങ്ങളും പിന്നീട് ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് പിന്നീട് വചനത്തിൽ അതുണ്ടായിരുന്നു. കാര്യം എന്താ? അകത്ത് വചനമാവന്നിരിക്കുന്നത്. എന്നെ സ്നാനപ്പെടുത്തിയ ദൈവദാസൻ പറഞ്ഞു, വചനം അകമയും പുറമേയും ഉള്ളവനായിരിക്കും. വചനം ജഡമായവനായ യേശു. മുഴുവൻ വചനവും നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്. മുഴുവൻ കൃപവരം നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവുമായിട്ട് ഒരു കൂട്ടായ്മ തുടങ്ങിക്കേ. ഹീ വിൽ ടേക്ക് യു ടു ദ ഇന്നർ ചേംബർ. ഇത് എന്തിനായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ചിലരുടെ മുഴുവൻ ഈ ദിവസങ്ങളിൽ ഗോഡ് ഈസ് പോളിഷിങ് യു. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം, ഇപ്പം കിട്ടുന്ന ഈ അവസരം പാഴാക്കരുത്. ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ, ചില തീരുമാനങ്ങൾ എടുക്കുവാൻ. കർത്താവ് പിടിച്ച് ആരെയും തീരുമാനമെടുക്കത്തില്ല, നമ്മളാണ് സ്വയമേ തീരുമാനമെടുക്കുന്നത്. ഇന്ന് മുതൽ ഇത് വേണ്ട, എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ ഒരു ജ്വലിക്കുന്ന ആളായി കാണണം. ഈ ലോക്ക് ഇൻ എന്ന് പറയുന്ന സമയത്ത് കർത്താവിൻ്റെ കൂടെ ഇത് വെളിയിൽ ഇറങ്ങുമ്പം ആൾക്കാർ കാണണം ഇത് സാധാരണക്കാരനല്ല. പത്രോസിനെയും യോഹന്നാനെയും അപ്പോസ്തല പ്രവൃത്തിയിൽ കണ്ടപ്പോൾ അവർ പറയാണ്, ഇവരുടെ ധൈര്യം, ഇവരുടെ സാമാന്യ മനുഷ്യർ, ഇവിടെ വായിന്ന് വരുന്ന വാക്ക് കേട്ടോ. എന്നിട്ട് പറയാണ്, ഇവർ കർത്താവിൻ്റെ കൂടെ ഇരുന്നു. പ്രിയമുള്ളവരെ, അപ്പോസ്തല പ്രവൃത്തി 4:13 ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവുമായിട്ട് ഒന്നിച്ചിരിക്കുമ്പോൾ, ഈ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ കർത്താവിൻ്റെ കൂടെ ഇരുന്നവരാന്ന് തെളിയുന്ന നിലയിൽ ധൈര്യവും വിസ്ഡവും, അല്ലേ? ആ വാക്ക് വളരെ ബെസ്റ്റാണ്. അപ്പോസ്തല പ്രവൃത്തി 4:13. ഐ ലവ് ഇറ്റ്. സാമാന്യ മനുഷ്യർ 4:13 ഹല്ലേലൂയ. ആൻഡ് വെൻ ദേ സോ ദ ബോൾഡ്നെസ്, അവർ ധൈര്യം കണ്ടെന്ന and when they saw the boldness of Peter and John, they perceived they were മലയാളത്തിൽ വായിച്ചേ 13. പത്രോസിന്റെയും യോഹന്നാന്റെയും, ഇതൊരു പ്രോഫറ്റിക് വേർഡ് ആയിട്ട് ഇന്ന് എടുക്കണം. വായിച്ചു. പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാൽ ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ ഗ്രഹിക്കാൽ അവർ ആശ്ചര്യപ്പെട്ടു. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ ഒരു തീരുമാനമെടുക്കണം. ഞാൻ വീണ്ടും പറയാം, ഈ ദിവസങ്ങൾ, ഇതുപോലത്തെ ദിവസങ്ങൾ പിന്നെ കിട്ടത്തില്ല. നിങ്ങൾ ഇനി ഉപവസിക്കാൻ തീരുമാനിച്ചാലും പ്രാർത്ഥിക്കാനും തീരുമാനിച്ചാലും എന്തെങ്കിലും ആവശ്യത്തിന് വെളിയിൽ പോകേണ്ടി വരും. ഇത് കമ്പൽസറി ലോക്ക്ഡൗണാണ്. ദൈവം തന്ന ഞാൻ വിശ്വസിക്കുന്നത് ദൈവം തന്ന വിശ്വാസികൾക്കൊരു അവസരമാണ്. എന്തിനാ? അവർ കർത്താവിൻ്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ കിട്ടത്തില്ല. ഡോണ്ട് വേസ്റ്റ് ദിസ് ടൈം. രാവിലെ 8 മണി 8:30 റോണൊക്കെ അവിടെ റെഡി ആയിട്ട് നിൽക്കുക. അത് കഴിഞ്ഞ് നാളെ പാസ്റ്റർ ജോഷിയ ലൈവ് വരാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ഉടനെ തോമസ് കുട്ടി ബ്രദർ വരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും soak yourself in the power of God. Soak yourself.
ഈ ദിവസങ്ങളിൽ ഇരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ദിസ് ഈസ് എ പ്രോഫറ്റിക് വേർഡ്. ദേ പെർസ്യൂവ്ഡ്, ദേ റിയലൈസ്ഡ്, ദേ മാർവൽഡ്. ഇന്ന് ഞാൻ പറയാം, ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് വെളിയിൽ ഇറങ്ങുമ്പോൾ നിങ്ങളെ കാണുന്നവർ മാർവലാകണം, അത്ഭുതപ്പെടണം. ഇവർ ഞങ്ങൾ പറഞ്ഞു എങ്ങാണ്ടൊക്കെ ഓടിപ്പോയതാ, കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേ വരുന്നു അതിശക്തമായി. മാർവൽ, ബോൾഡ്നെസ്. ബ്ലെസ്സഡ് ബി ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ബ്ലെസ്സഡ് ബി ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. മാത്രമല്ല 14 വാക്യം കൂടെ അവിടെ നടക്കും. 13 14 ഒന്ന് വായിച്ചേ. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാൽ ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കാലും അവർ ഗ്രഹിക്കും, അവർ ആശ്ചര്യപ്പെട്ടു. എന്നിട്ട് അവർക്ക് ഒരു കാര്യം പിടികിട്ടി, ഈ കാണാതെ ഇത്രയും ദിവസം ഇവരെ കണ്ടില്ല, ഇവര് അവന്റെ ചിറകന്റെ കീഴിലിരിക്കുകയായിരുന്നു, യേശുവിന്റെ കൂടെ ഇരിക്കുകയായിരുന്നു. ബ്ലെസ്സഡ് ബി ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അവർ കണ്ട് വിസ്മയിക്കും. ഈ ദിവസങ്ങളിൽ മറ്റുള്ളവരുടെ ഇടയിൽ ഒരു വെളിച്ചമായി വിസ്മയിക്കും. ടേക്ക് ഇറ്റ് ആസ് എ പ്രോഫറ്റിക് വേർഡ് ടുഡേ. വിസ്മയിക്കുന്നത് പോലെ ധൈര്യവും സാമർഥ്യവും വിസ്ഡവും കർത്താവ് നൽകും. പ്ലസ് താഴോട്ട് വായിച്ചു, സൗഖ്യം പ്രാപിച്ചവൻ അവരോട് കൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അവർക്ക് എതിർ പറയാൻ പറ്റാത്ത സൗഖ്യങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും കയ്യിൽ നടക്കാൻ പോകുക. 100% ഷുവർ നിങ്ങളുടെ കൈകളാൽ ആർക്കും എതിർക്കാൻ പറ്റാത്ത. കോട്ടയത്ത് ഹെവൻലി ഫീസ്റ്റിൻ്റെ ഉണർവ് ആരംഭിക്കുന്ന സമയത്ത് എന്തിനാ ആൾക്കാർ ഹെവൻലി ഫീസ്റ്റിലോട്ട് ഓടിയെത്തിയത്? സാധാരണക്കാർ, കോട്ടയംകാർ എന്ന് പറയാൻ കർത്താവ് എന്നെ സൗഖ്യമാക്കി. നിഷേധിക്കാനാവാത്ത തെളിവുകളാൽ നിങ്ങളുടെ കയ്യാൽ ഗോഡ് ഈസ് ഗോയിങ് ടു റേസ് യു അപ്പ്. ടേക്ക് ഇറ്റ് ആസ് എ പ്രോഫറ്റിക് വേർഡ്. ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഐ ബിലീവ്, ഐ നോ ദാറ്റ് സംതിങ് എക്സ്ട്രാ ഓർഡിനറി ഈസ് ഹാപ്പനിങ്. എന്താ സംഭവിക്കുന്നത് പറയാം. പീപ്പിൾ ആർ ഗോയിങ് ടു ബി മാർവെൽഡ്, സർപ്രൈസ്ഡ് അല്ല, മാർവെൽഡ് എന്ന് പറഞ്ഞാൽ വിസ്മയിച്ചു പോകുക. കാരണം എന്താ? ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഒരു സ്പഞ്ച് വെള്ളത്തിനകത്ത് മുക്കുമ്പോൾ സ്പഞ്ചിന് ഇഷ്ടമില്ലെങ്കിലും അതിനകത്ത് വെള്ളം അങ്ങ് പിടിച്ചെടുത്ത് പോലെ ഈ ദിവസങ്ങളിൽ യു ആർ ബീങ് സോക്ഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്, സോക്ഡ് ബൈ ദ പവർ ഓഫ് ഗോഡ്. നിങ്ങൾ ഇറങ്ങുന്നത് ആർക്കും വിസ്മയിക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഒന്ന്, നിങ്ങളുടെ വാക്കുകൾ പവർഫുൾ ആക്കുക. നിങ്ങൾ പരിജ്ഞാനം. അവർ പറയും ഇവർ യേശുവിൻ്റെ കൂടെയായിരുന്നു, ഇപ്പോഴാണ് വിടി കിട്ടിയത്, ഇവരെങ്ങും പോയതല്ല, ഇവർ യേശുവിൻ്റെ കൂടെയായിരുന്നു. കാരണം കൂടെ നിൽപ്പുണ്ട് സാക്ഷി. ഇവരുടെ കൂടെ നിഷേധിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ നിങ്ങളുടെ എൻ്റെയും കൈകളാൽ കർത്താവ് ചെയ്യും. That is the work of the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ അത് നടക്കും. So look, I can really feel the power of God. Ramani Kasiadhurada Rekanianduraba Shekha Sedhi Reke. യേശുവിൻ്റെ നാമത്തിൽ glory. എല്ലാവരും പ്രാർത്ഥിച്ച് എല്ലാവരും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും കൃപാവരങ്ങൾ ജ്വലിക്കട്ടെ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത പോലെ കർത്താവിൻ്റെ അറസ്റ്റിംഗ് പ്രസൻസ് ഓരോ ഭവനങ്ങളിൽ വരട്ടെ. ഓരോ ശരീരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ, വിടുവിക്കപ്പെടട്ടെ. കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും തിരിച്ചറിയുന്ന നിലയിൽ കർത്താവിൻ്റെ സ്പർശനം ലഭിക്കട്ടെ. എല്ലാവരും അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ലജ്ജ കൂടാതെ സുവിശേഷം പറയുവാൻ, ലജ്ജ കൂടാതെ യേശുവിൻ്റെ സാക്ഷ്യമാകുവാൻ, അത് ലജ്ജ കൂടാതെ ആകേണ്ടതിന് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഇന്ന് രാത്രി സംഭവിക്കട്ടെ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ, ഇത് കഴിഞ്ഞും കാണാൻ പോകുന്നവർ, അവരുടെ എല്ലാം ജീവിതത്തിൽ വലിയ ദൈവ മഹത്വം ഇറങ്ങട്ടെ. എല്ലാവരും കണ്ണുകളെ അടച്ച് come on, go, let it break every stronghold in the name of Jesus. അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. അന്യഭാഷയില്ലാത്തവർ യേശുവിൻ്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കണം. ഇന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കാഴ്ച, ഒരു വെളിപ്പാട് ഞാൻ കാണുകയാണ്. നിങ്ങളെ ഒരു വളയ്ക്കകത്ത് വെച്ച്, ഒരു ലിമിറ്റേഷനകത്ത് വെച്ച്, ഒരു കോട്ടയ്ക്ക്
എനിക്കകത്ത് വെച്ചിരിക്കുന്ന ഒരു അനുഭവം ഇന്ന് രാത്രി അത് പൊട്ടുകയാണ്. നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത കത്തൽ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് ആരാധിക്കണോ എഴുന്നേറ്റ് ആരാധിച്ചു. തുള്ളിച്ചാടി സന്തോഷിച്ച് ആരാധിക്കണോ ആരാധിക്കൂ. ആ കെട്ട് പൊട്ടുന്ന അനുഭവം, ആ ലിമിറ്റേഷൻ പൊട്ടുന്ന അനുഭവം, ഫിനാൻഷ്യലായിട്ട് ഇത്രേ എനിക്ക് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞവർ ഇന്ന് രാത്രി അതിൻ്റെ ആ ലിമിറ്റേഷൻസ് പൊട്ടട്ടെ. എനിക്ക് ഇത്രേ വിദ്യാഭ്യാസം പറ്റത്തുള്ളൂ, ഇല്ല, ഇതിനേക്കാളും വലുത് എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം എനിക്ക് സാധിക്കും. ദൈവമാകുന്ന പരിശുദ്ധാത്മാവ് എനിക്ക് സഹായകനായി നിൽക്കുകയാണ്. ദൈവം എനിക്ക് അനുകൂലമാണ്. സംതിങ് ഓസം ഈസ് ഹാപ്പനിങ് മൈ ഡിയർ. യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ ദൈവ പകർച്ച സംഭവിക്കുന്നു. Glory. Hamana Hasyadara Rika Narabdhara Dharamdhoroku Manania. നാളുകൾക്കായിട്ടുള്ള അലർജി യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നാളുകൾക്കുള്ള അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണ് ചുമന്നിരിക്കുന്ന, കണ്ണിനകത്ത് ചൊരിയുന്നു, കണ്ണ് ചുമക്കുന്ന ആ അലർജി ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണുകളൊക്കെ വീങ്ങി കുറച്ച് നേരം പിടിക്കും അതെല്ലാം സബ്സൈഡ് ചെയ്യാൻ. ഇന്ന് രാത്രി അത് മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഈ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത സാന്നിധ്യത്താൽ അത്ഭുത രോഗസൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. They marveled. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി സംതിങ് ഓസം ഈസ് ഹാപ്പനിങ്. സംതിങ് ഓസം ഇൻ ദ സ്പിരിച്വൽ റെലം ഈസ് ഹാപ്പനിങ്. റിസീവ് ഇറ്റ് ഇൻ ജീസസ് നെയിം. ദേ മാർവൽഡ്. പത്രോസും യോഹന്നാനും ആരായി? പത്രോസ് ഓർത്തെ വല വിട്ട് ഇറങ്ങി ഓടിയവനാ. യേശുവിനെ അറിയത്തില്ല എന്ന് പറഞ്ഞ് ഓടിയവനാ. ഒരു ബാലികയുടെ മുമ്പിൽ നിസ്സഹായമായിട്ട് ഭയപ്പെട്ട് മാറിയവനാ. പക്ഷെ അതേ പത്രോസിനെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിപ്പിച്ച പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർ തള്ളപ്പെട്ടവരായിരിക്കാം. നിങ്ങൾ യാതൊരു വിദ്യാഭ്യാസമില്ലായിരിക്കാം, നിങ്ങൾക്ക് യാതൊരു കഴിവില്ലായിരിക്കാം, ഒരു പക്ഷെങ്കിൽ വിശ്വാസത്തിൽ വന്ന് പല പ്രാവശ്യം വീണവരായിരിക്കാം. ഇന്ന് മാനസാന്തരപ്പെട്ട് കർത്താവെ, ഞാൻ ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കുക, എന്നെ ഈ തീരുമാനത്തെ പരിശുദ്ധാത്മാവെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ ഇന്ന് പരിശുദ്ധാത്മാവ് ഈസ് മോർ ദാൻ ഹാപ്പി. എനിക്ക് അകത്ത് കേൾക്കാം പരിശുദ്ധാത്മാവ് പറയുന്നത്, ഐ ആം മോർ ദാൻ ഹാപ്പി ടു ഹെൽപ്പ് ദം. എന്നെ ഒന്ന് സഹായിക്കാൻ അവർ വിളിച്ചാൽ ഞാൻ അവരെ സഹായിക്കും. ഞാൻ കൊതിച്ച് നിൽക്കുക ഓരോരുത്തരെയും ക്രിസ്തുവിനോളമാക്കുവാൻ. ഞാൻ കൊതിച്ച് നിൽക്കുക അവരെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ. ഞാൻ കൊതിച്ച് നിൽക്കുക പിൻപിലുള്ളതിനെ മറന്ന്. ഇന്ന് രാത്രി പുതിയൊരു അനുഭവം ഉണ്ടാകട്ടെ. I guarantee you as a man of God, കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ ഉറപ്പ് പറയാം നിങ്ങളോട്, ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കുക. ഈ വരും ദിവസങ്ങളിൽ ഈ അവസരം, വീണ്ടും ഞാൻ പറയാം, ഈ അവസരം പിന്നെ കിട്ടാൻ പോകുന്നില്ല. ഭവനത്തിനകത്തായിരിക്കുന്നേ, വേണ്ടാത്തത് എല്ലാം സ്വിച്ച് ഓഫ് ചെയ്യും. വേണ്ടാത്ത വാട്സപ്പ് ഓഫ് സ്വിച്ച് ഓഫ് ചെയ്യും. വേണ്ടാത്ത എല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് കിട്ടുന്ന സമയത്ത് അന്യഭാഷയിൽ ആരാധിച്ച് ഈ കാണുന്ന ഫേസ്ബുക്ക് ലൈവുകൾ, യൂട്യൂബിനകത്തുള്ള മെസ്സേജ്, ഞങ്ങളുടെ ഓരോ മെസ്സേജ് വീണ്ടും പോയി കാണുക. Feed yourself with the bread of life. This is the bread of life. I can't go further. I am exploding in the Holy Spirit. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എന്നെ കണ്ട ഓരോരുത്തരും I will continue this tomorrow because I am personally so much into the Spirit right now. കർത്താവ് വലിയ ചെയ്യും. Continue. അനുഗ്രഹിക്കുകയാണ്. I'm not going to conclude this session. Tomorrow we will continue this session and God bless you. ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കണ്ടിന്യൂ. എല്ലാവരും കണ്ടിന്യൂ ചെയ്തു. അന്യഭാഷയിൽ തന്നെ പോട്ടെ. അന്യഭാഷയിൽ തന്നെ വിടരുത്. അടുത്ത ഒരു അരമണിക്കൂർ സമയം ക്ലോക്ക് നോക്കി, അടുത്ത അരമണിക്കൂർ പരിശുദ്ധാത്മാവിൽ സംസാരിച്ച് ഗിവ് പ്രോഫറ്റിക് വേർഡ് നമ്മളോട് തന്നെ ഒന്ന് പറഞ്ഞ്, എന്നെ കാണുന്നവർ മാർവൽ ചെയ്യും, എന്നെ കാണുന്നവർ വിസ്മയിക്കും. എൻ്റെ കയ്യാലെ കർത്താവ് വലിയവ ചെയ്യും. എൻ്റെ കയ്യാലെ നടക്കാൻ പോകുന്ന യേശുവിൻ്റെ നാമത്തിലുള്ള അത്ഭുതം എല്ലാവരുടെ വായ അടയ്ക്കുന്ന അത്ഭുതമായി മാറും. ദേശങ്ങളിൽ നിന്നും നിങ്ങളുടെ തൊട്ട് അയലോക്കത്ത്, നിങ്ങളുടെ സ്വന്തം ദേശത്ത് തള്ളപ്പെട്ട അനേക രോഗികളെ നിങ്ങൾ പോയി പ്രാർത്ഥിച്ച് അത്ഭുത സൗഖ്യമാകും. വായ്കളെ അടയ്ക്കുന്ന നിലയിലുള്ള സൗഖ്യം. അപ്പോൾ ലോകം പറയും, ഇത്ര നാൾ ഇവരെവിടെയായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം, ഇവർ ക്രിസ്തുവിൻ്റെ കൂടെയായിരുന്നു. Come on, go ahead.
forge ahead, break that stronghold in Jesus. എന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് പറയുന്ന മനസ്സിനകത്തിരിക്കുന്ന ദുഷ്ടൻ്റെ നോണ ഇന്ന് രാത്രി പൊട്ടിക്കണം. Break it. I will do it. I can do it. Go ahead in Jesus' name. God bless you. Keep continuing the prayer.